ടെക് പി എസ് സിയുടെ ടോപ്പേഴ്സ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടോപ്പേഴ്സ് ടോക്കിൽ നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ AMBI പരീക്ഷയിൽ 23-ാം റാങ്ക് നേടി ജോലിയിൽ പ്രവേശിച്ച ചന്തു CM ആണ്. സർ, വെൽക്കം ടു ടെക് പി എസ് സി. താങ്ക് യു. സർ, ആദ്യമായിട്ട് നമ്മളുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് സാറിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സാറിന്റെ ക്വാളിഫിക്കേഷൻ, സാറിന്റെ പ്ലേസ്, ഫാമിലി, അതുപോലെ തന്നെ സാർ ഇപ്പൊ ഏത് ജോലിയിലാണ് പ്രവേശിച്ചത്, ഈ വക കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് കിളിമാനൂർ എന്ന സ്ഥലത്താണ്. ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ആയിരുന്നു. ഞാൻ ബിടെക് 2012-16 ബാച്ച് ശ്രീചിത്ര കോളേജ് തിരുവനന്തപുരം പാപ്പനംകോട് നിന്നാണ് ഇറങ്ങിയത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ PSC കോച്ചിങ്ങിന് പോയി. കുറെ ലിസ്റ്റുകളിലൊക്കെ വന്നു. ഞാൻ ആർക്കൈവ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, പുരാരേഖ വകുപ്പ്. അപ്പൊ അതിന്റെ അകത്ത് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് ഒരു 5 വർഷം 2020 തൊട്ട് 25 വരെ, 24 അവസാനം വരെ വർക്ക് ചെയ്തു. അപ്പോ അതിന്റെ ആ ജോലിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ AME എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. 2023 എക്സാം എഴുതി 2025 ജനുവരി 1-ന് ജോലിയിൽ പ്രവേശിച്ചു. എനിക്ക് AME റാങ്ക് ലിസ്റ്റിൽ 23-ാമത്തെ റാങ്കായിരുന്നു. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി അച്ഛൻ, അമ്മ, അനിയൻ, വൈഫും ഉണ്ട്. സർ, ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നത് അതിന്റെ പ്രിപ്പറേഷൻ. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് വരുന്നത്. സാറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു അതോ ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാം. ഞാൻ ഈ എക്സാമിനെ പറ്റി അറിയുന്നത് 2015-ലാണ്. 2015 AME എക്സാമിന് എൻ്റെ 1-2 ഫ്രണ്ട്സ് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാം കഴിഞ്ഞ് ലിസ്റ്റൊക്കെ വന്നു. അതിലൊരാൾ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ സിലബസുമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോഴും മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള MV ആക്ടുമാണ് ഉള്ളത്. അന്ന് പക്ഷേ MV ആക്ട് ഇല്ലായിരുന്നു. പകരം ജനറൽ നോളജ് ആയിരുന്നു 20 മാർക്ക്. അപ്പൊ ഞാൻ ജനറൽ PSC പഠിച്ചുകൊണ്ട് തന്നെ ആ 20 മാർക്കിൽ ഓൾമോസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയായിരുന്നു. ബാക്കി മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ, ഞാൻ ഓട്ടോമൊബൈൽ ആയിരുന്നു ബിടെക് പഠിച്ചത്. അതുകൊണ്ട് അതും പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഇന്ന് പരിശ്രമിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ 2020 ജോലിയിൽ കയറിയതിന് ശേഷം, അതിനുശേഷമാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ കുറച്ച് നാള് നോക്കി. ടെക് PSC ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതിന്റെ റെക്കോർഡ് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്തു. അപ്പൊ അത് നോക്കി. അപ്പൊ മെയിൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് സിലബസ്, പഴയ സിലബസ് എടുത്തിട്ട്, അത് കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് എടുത്തിട്ട് അതിനകത്തുള്ള ടോപ്പിക്കുകൾ, അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വിടുക. ബാക്കിയുള്ള കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഈ സബ്ജക്ട്സിലുള്ള ടോപ്പിക്കുകൾ, അതായത് FM, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മോസ്, അതേപോലെ ഓട്ടോമൊബൈലിന്റെ ടോപ്പിക്കുകൾ, അത് നമുക്കൊരു ബേസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. ആ സിലബസിലുള്ള കാര്യങ്ങളുടെ ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഈ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ എക്സാമിന്റെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡീപ്പായിട്ട് പഠിക്കണം. അതുപോലെ അതിന്റെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ സാറിന്റെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു. അതെ. എന്നാലും അതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ഇത് വീണ്ടും പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എന്നീ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് പഠിക്കേണ്ടത്. സാർ എങ്ങനെയാണ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തത്? കാരണം ഡിഫറെന്റ് ടോപ്പിക്സ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സും ഉണ്ട്. സാർ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്ത് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തി? ഞാൻ ആക്ച്വലി ഈ ജോലിയോട് എനിക്ക് വളരെ ഒബ്സഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ ജോലിയിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. മെയിൻ ആയിട്ടുള്ള കാര്യം, ഞാൻ പഠിച്ചത് ബിടെക് ഓട്ടോമൊബൈലാണ്. ഞാൻ ആദ്യം ജോലിയിൽ കയറിയത് ഒരു LGS, അതായത് ജനറൽ PSC എഴുതിയിട്ടുള്ള പോസ്റ്റിലാണ്. അപ്പൊ ഞാൻ പഠിച്ച കോഴ്സും ഈ ജോലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ എനിക്ക് അന്നോട്ടെ പഠിച്ച ടോപ്പിക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലി കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക്, ഇപ്പൊ എന്റെ വീട് കിളിമാനൂരാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. അപ്പൊ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ അങ്ങോട്ട് ബസ്സിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് ഇരുന്നിട്ട് തന്നെ ടെക് PSC ഞാൻ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ PDF എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മുടെ ഫ്രീ ടൈം, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയം,
വെറുതെ ഇരിക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ നോക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് വന്നിട്ട് നോക്കുമായിരുന്നു. പിന്നെ അങ്ങനെ നോക്കി നോക്കി ഒരുവിധം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുവിധം സിലബസിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ചെയ്തതെന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്നത് തൊട്ട് എക്സാം ഒരു 2.5 മാസത്തെ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2.5 മാസം ഞാൻ ലോങ് ലീവ് എടുത്തു. നമ്മുടെ എന്റെ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്തു. പുറത്തോട്ടിറങ്ങാതെ വീട്ടിൽ ഇരുന്ന് ഫുൾ ടൈം അതിനു വേണ്ടി പഠിച്ചു. സാർ ഇപ്പൊ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, അല്ലാത്തതല്ല ഉദ്ദേശിക്കുന്നത്, ടോപ്പിക്സ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്ത ചലഞ്ച്. ഓട്ടോമൊബൈൽ ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, അപ്പം മെക്കാനിക്കൽ, ഇതെല്ലാം കൂടെ എന്താ പറയുക, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാറിന് ഫേസ് ചെയ്ത ചലഞ്ച്, അതായത് സ്റ്റുഡൻസ് എന്തൊക്കെയായിരിക്കണം അവർ നോക്കേണ്ടത്, ഇന്ന ചലഞ്ച് ഫേസ് ചെയ്യാം എന്ന് സാറിന് അവരോട് പറയാനായിട്ട് എന്തൊക്കെയാണ്? ഇപ്പൊ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് ചില ടോപ്പിക്സ് നല്ല രീതിക്ക് അറിയാം. ഇപ്പൊ FM ചിലർക്ക് നല്ല രീതിക്ക് അറിയായിരിക്കും, മോസ് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സബ്ജക്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. പിന്നെ മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞാല് നമ്മള് MV ആക്ട്, ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള MV ആക്ട്, അത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരാൾ കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് MV ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു സാധനമാണ്. അപ്പൊ അത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, MV ആക്ടിനകത്ത് ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല. MV ആക്ടിനകത്ത് നമുക്കുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സും എന്തിനെ പറ്റിയാണ്, അതേപോലെ അതിനകത്തുള്ള സെക്ഷൻസ്, അതായത് നിയമങ്ങൾ, ആ നിയമങ്ങൾ, ഓരോ നിയമത്തിന്റെ ഹെഡിങ് മാത്രം പഠിച്ചാൽ, ആ നമ്പർ, നിയമത്തിന്റെ നമ്പരും അതിന്റെ അതെന്താണ് ഹെഡിങ് എന്നുള്ള മാത്രം, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ ആദ്യമേ പഠിച്ചു തുടങ്ങുമ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം ആവാറാവുമ്പോൾ ഒരു 1-2 ആഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച മുമ്പ് തൊട്ട് നോക്കി തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മെമ്മറി ഇരിക്കാൻ, മെമ്മറി പവർ ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ മെമ്മറി ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സെൽഫ് പ്രിപ്പറേഷൻ ആണോ അതോ ഒരു കോച്ചിങ് എടുത്ത് ഉള്ള പ്രിപ്പറേഷൻ ആയിരിക്കും? ഏതാണ് ഈ ഒരു എക്സാമിനേഷന് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണ്? അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ ചിലർക്ക് ഈ നമ്മുടെ കോളേജിൽ പഠിച്ച ഈ പറയുന്ന മെക്കാനിക്കൽ, ഓട്ടോമൊബൈല് നല്ല ഡീപ്പ് നോളജ് ഉള്ളവരായിരിക്കും. അവർക്ക് സെൽഫ് പ്രിപ്പറേഷൻ ആയിരിക്കും നല്ലത്. ഇപ്പൊ നമുക്ക് ഈ AMVയുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കോച്ചിങ് സെന്ററുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനമായിട്ടും 3 രീതിയിലാണ്. ഒന്ന്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്, അവിടെ പോയി ക്ലാസ് ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ ഒരു ടൈമിൽ പഠിക്കുക. 2, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒന്നും സബ്ജക്ട് നോളജ് വളരെ കുറവാണെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് ലൈവ് ക്ലാസ് തന്നെ ആയിരിക്കും നല്ലത്. ഇപ്പൊ നമുക്ക് എല്ലാ ടോപ്പിക്കും അപ്പോഴപ്പോഴും പഠിച്ച് അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വരാൻ പറ്റും. അതേസമയം നമുക്ക് കുറെ സബ്ജക്ട്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സിന്റെ ക്ലാസ്സിലിരുന്ന് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള സമയം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ക്ലാസ്സിൽ കയറി ഇരുന്ന് സബ്ജക്റ്റിന്റെ ലെക്ചർ പിന്നെയും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ സമയം കൂടെ നമുക്ക് അറിഞ്ഞൂടാത്ത സബ്ജക്ട്സ് പഠിക്കുക. അപ്പോൾ ഈ ഏത് വേണം എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആണ്. ടെക് PSCയുടെ ക്ലാസ്സുകൾ യൂസ് ചെയ്തിട്ട് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ സാറിന് ടെക് PSCയുടെ സർവീസ് എങ്ങനെയാണ് എഫക്റ്റീവ് ആയത്? ഗൈഡൻസ് എങ്ങനെയാണ് സാറിന് പ്രയോജനപ്രദമായത്? ഞാൻ കുറെ അധികം കോച്ചിങ് സെന്ററുകളും ഞാൻ നോക്കിയിരുന്നു, ഇത് ഏതാണ് ബെറ്റർ എന്നുള്ള ഇതില്. അപ്പൊ മൊത്തത്തിൽ എനിക്ക് തോന്നിയത് ടെക് PSC നല്ലതാണെന്ന് തോന്നാൻ കാര്യം വേറൊന്നുമല്ല. ടെക് PSCയിൽ നമുക്ക് ഈ കോഴ്സ് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് റെക്കോർഡ് ക്ലാസ്സസ് കിട്ടിയിരുന്നു. അതായത് എൻറ്റയർ സിലബസ്, കഴിഞ്ഞ എക്സാമിന്റെ എൻറ്റയർ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സസും അതിന്റെ PDF കിട്ടിയിരുന്നു. 2, ലൈവ് ക്ലാസ്സും കിട്ടിയിരുന്നു. ലൈവ് ക്ലാസ് ഓരോ ദിവസവും രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്, ഓരോ സബ്ജക്ട്. അത് നമുക്ക് വേണമെങ്കിൽ കയറി, നമുക്ക് അറിഞ്ഞൂടാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ കയറാം. റെക്കോർഡ് ക്ലാസ്സും കിട്ടും, ലൈവ് ക്ലാസ്സും കിട്ടും. പിന്നെ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ സജീവ് സാറ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനൊക്കെ ഒരുപാട് ദിവസം സാറിനെ വിളിച്ച് ഡൗട്ട്, സാറിങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോരോ സബ്ജക്ട്സ്. അപ്പോൾ നമുക്ക് മെന്റർഷിപ്പ് അവിടെ കിട്ടും. ഇത് 3ഉം കൂടെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ടെക് PSC എടുത്തത്. ടെക് PSCയുടെ ആ കോഴ്സിനകത്ത് ഉള്ളത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വളരെ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓരോ ടോപ്പിക്കും അതിന്റെ സബ് ടോപ്പിക് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഈ ഓരോ ടോപ്പിക്കിന്റെയും താഴെ അതിന്റെ ആ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നുണ്ട്.
അങ്ങനെ ടെക് പി എസ് സി എനിക്ക് വളരെ സഹായം ചെയ്തു. സാറേ, മിക്ക കേസുകളിലും ഈ ഒരു കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ ടെസ്റ്റുകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കത്തില്ല. ക്ലാസ്സുകൾ കണ്ടും വീഡിയോസ് കണ്ടും അവരങ്ങ് പ്രിപ്പറേഷൻ നടത്തി അങ്ങ് പോകും. കാരണം മിക്ക സമയങ്ങളും അവർക്കും സമയം കിട്ടാറില്ല. അതായിരിക്കും ഒരു റീസൺ ആയി പറയുന്നത്. സാറിനെ സംബന്ധിച്ച് ഈ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ, പരീക്ഷകൾ, ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്ത പരീക്ഷകൾ, ഇവ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അത് എന്തുകൊണ്ട് ഒരു സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യണം? സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത, ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്ന് നോക്കുക. എന്നിട്ടായിരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ച് ഒരു 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 കുറെ പഠിച്ചു വന്നതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് മുമ്പ് നമ്മൾ സ്കോർ ചെയ്ത മാർക്കിനേക്കാൾ എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട് മാറും. പിന്നെ വീണ്ടും നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റൂ, നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചു പോയി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കറുപ്പിക്കണം എന്നല്ല, അത് അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിൽ എത്തണം. അപ്പൊ അതിന് ടൈം മാനേജ്മെന്റ് വേണം. മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. സാറേ, അതുപോലെ തന്നെ അക്കാഡമിക് സ്ട്രഗിൾ എന്തായാലും പ്രിപ്പറേഷനിൽ കാണും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ട്രഗിൾ ആണ് നമ്മളുടെ പിയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നും ഒക്കെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ. സാറിന് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതെങ്ങനെ സാർ ഓവർകം ചെയ്ത്? അത് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന് ഈ എക്സാമിന് വേണ്ടിയിട്ട് ലീവ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും അറിയും, നമ്മുടെ കൂടെയുള്ള പിയേഴ്സ് എല്ലാം അറിയും. അതുപോലെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടായിരുന്നു. എന്റെ വൈഫ് കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തു. എന്നെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊന്നും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം അവള് തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മള് ലീവ് എടുത്തൊക്കെ, ഇപ്പൊ ഓൾറെഡി ജോബിൽ ഇരിക്കുന്നവരാണെങ്കിൽ ലീവ് എടുത്ത് പഠിക്കുമ്പോൾ ആ സമയത്ത് സാലറി ഉണ്ടായിരിക്കത്തില്ല. അപ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ നമ്മള് നമ്മുടെ മോട്ടിവേഷൻ കളയാതിരിക്കുക. നമുക്ക് ഈ ജോലി എന്ന് പറയുന്നത് ഒരു സാധാരണ പി എസ് സി ജോലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ നല്ല പവറുള്ള, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, റെസ്പെക്ട് കിട്ടുന്ന, ഫസ്റ്റ് പ്രൊമോഷന് തന്നെ ഗസറ്റഡ് ആയി മാറാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജും ഉണ്ട്. അപ്പൊ അത് ആ മോട്ടിവേഷൻ കളയാതിരിക്കുക, മോട്ടിവേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രഷർ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. സാറ് ഏകദേശം 2 മാസത്തോളം ലോങ് ലീവ് എടുത്ത് പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഈ സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. സാറും ഉറപ്പായും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം സ്ക്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ടെൻഡൻസി, ഇതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് സാറിന് ഇത് ക്രാക്ക് ചെയ്യാനായി സാധിച്ചത്. സാർ എന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്തായിരുന്നു? ചിലര് ഇങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുണ്ട്. പക്ഷെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നമുക്ക് യൂസ്ഫുൾ ആയിട്ട്, നമുക്ക് ഈ എക്സാമിന് വേണ്ടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോ ഇപ്പൊ നമുക്ക് ഗൂഗിള്, ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരിക്കലും ഈ എക്സാം ക്രാക്ക് ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് വേണം. നമ്മൾ ഇപ്പൊ ഈ സിലബസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പോ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ തെർമൽ എടുത്തിട്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് അടിച്ചിട്ട് പ്രീവിയസ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സൈറ്റുകൾ വരും. ആ സൈറ്റുകളിൽ ഓരോ സബ് ടോപ്പിക്കിന്റെ സഹിതം MCQs ആണ്. അപ്പോ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് വരുമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കത്തില്ല. നമ്മൾ അരമണിക്കൂർ പഠിച്ചിട്ട് 10 മിനിറ്റ് ഓൾറെഡി ഡിസ്ട്രാക്റ്റഡ് ആവും. ആ സമയം നമ്മൾ അത് ടൈമർ വെക്കണം. ഞാൻ ടൈമർ വെച്ചിട്ടൊക്കെ ആയിരുന്നു. ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അപ്പൊ 10 മിനിറ്റിന്റെ ടൈമർ സെറ്റ് ചെയ്തിട്ട് ബുക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് അത് അടിക്കുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഇത്ര സമയം ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും, ബാക്കി സമയം എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ സ്പെൻഡ് ചെയ്യും എന്നുള്ള മനസ്സിലുണ്ടായിരിക്കണം. സാർ, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കുറച്ച് സോഴ്സസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സാർ എങ്ങനെയാ സ്പെഷ്യൽ ടോപ്പിക്സ് അത് ഹാൻഡിൽ ചെയ്തത്? അതിന് സാറിന് എന്തൊക്കെയാ ഹെൽപ്ഫുൾ ആയിട്ട് വന്നത്? ടെക് പി എസ് സിയുടെ ഭാഗത്തു നിന്ന് സാറിന് എന്തൊക്കെ സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയത്?
സ്പെഷ്യൽ ടോപ്പിക് ഞാൻ എഴുതിയ 2023 എക്സാമിലാണ് ഫസ്റ്റ് ടൈം AMV എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഈ MV ആക്ട് നിയമങ്ങൾ ചോദിക്കുന്നത്. അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന നിയമം 1988 മോട്ടോർ വാഹന നിയമം, 89 അതിനെ തുടർന്ന് വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം, അതേപോലെ കേരള മോട്ടോർ വാഹന ചട്ടം, പിന്നെ 1976 കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട്, പിന്നെ 2017 റോഡ് റെഗുലേഷൻസ്, റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻ, ഇത്രയും സാധനങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ഈ സിലബസിൽ തന്നെ ചാപ്റ്റർ 2 ലൈസൻസിങ്, അതിൻ്റെ അകത്തുള്ള ഓരോ സെക്ഷൻസും ഇങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സിലബസിലുള്ള ഇന്ന നമ്പർ, സെക്ഷൻ 3 എന്താണ്, സെക്ഷൻ 4 എന്താണെന്ന് ഈ സിലബസിൽ കൊടുത്തില്ല, അതങ്ങ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് അത് ഓരോ സെക്ഷനും എന്തിനെ പറ്റിയാണെന്നുള്ള അറിയണമെങ്കിൽ നമ്മളൊരു കോച്ചിങ് ക്ലാസ്സിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അത് ടെക് PSC നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഓരോ അതേപോലെ ലൈവ് ക്ലാസ് തന്നു. പിന്നെ ഇതിന് പഠിക്കാൻ വഴി എന്ന് പറയുമ്പോൾ MV ആക്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇരുന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു നല്ല മെത്തേഡ് അല്ല. കാര്യം അത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോമൺ മാൻസ് ലാംഗ്വേജ് അല്ല, അത് കുറച്ച് വളഞ്ഞ വഴിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ക്ലാസ് ടെക് PSC എനിക്ക് നല്ല ക്ലാസ് ആണ് കിട്ടിയത്. പിന്നെ പഠിക്കുന്ന സമയത്ത് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും നോട്ട് അപ്പോഴപ്പോഴും പ്രിപ്പയർ ചെയ്ത് പോകണം. നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ആ നോട്ട് എടുത്ത് ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മറന്നുപോയ കാര്യങ്ങൾ ഒരു മാർക്ക് ചെയ്ത് വെക്കുക, ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതെടുക്കുക. അപ്പോൾ ആ ടിക്ക് ചെയ്ത് വെച്ചതിൽ അതിലും മറന്നുപോയത് കാണും, അത് പിന്നെ ഒരു സ്റ്റാർ മാർക്ക് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. രണ്ടാമത് മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. സാറിന്റെ പിന്നെ ഫിസിക്കൽ മെഷർമെന്റ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ, ഈ ഫേസുകളിലൂടെ സാർ കടന്നുപോയി. സാറിന്റെ എക്സ്പീരിയൻസ് എന്താ? ഫിസിക്കൽ മെഷർമെന്റ്, ഇന്റർവ്യൂ, സാധാരണ യൂണിഫോം പോസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ AMVയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ പോലീസിന് 8ൽ 5 ടെസ്റ്റ് പാസ്സാവണം, ഓട്ടം, ചാട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനത്തെ ഇതുണ്ട്. നമുക്ക് AMVക്ക് അതില്ല. അതായിരുന്നു ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഉള്ളത് ചെസ്റ്റ്, നമ്മുടെ ഹൈറ്റ് ഇത്ര സെന്റിമീറ്റർ വേണമെന്നുണ്ട്, ചെസ്റ്റ് മെഷർമെന്റ്, പിന്നെ വിഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് PSC ഓഫീസിൽ ചെല്ലുന്നു, അവര് മെഷർമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഷനിൽ ഫസ്റ്റ് ടൈം പാസ്സാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്താൽ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് PSC മെമ്പറിന്റെ സാന്നിധ്യത്തിൽ അത് ഒന്നുകൂടെ ചെയ്യും. അപ്പോഴും ഫെയിൽ ആവുകയാണെങ്കിലേ പോകത്തുള്ളൂ. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കിയിട്ട് ഹൈറ്റ് മെഷർ ചെയ്തിട്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത് ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 3 മെമ്പർ അല്ലെങ്കിൽ 4 മെമ്പർ ഉള്ള ഒരു ബോർഡായിരിക്കും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരാള് ഒരു കോളേജ് പ്രൊഫസർ ആയിരിക്കും, അതായത് നമ്മുടെ സബ്ജക്ട് എക്സ്പെർട്ട് ആയിരിക്കും. പിന്നെ ഒരാള് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു RTO റാങ്ക് അല്ലെങ്കിൽ ജോയിന്റ് RTO ആ ഒരു റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. പിന്നെ ഒരാള് ബോർഡ് മെമ്പർ ആയിരിക്കും, ബോർഡ് മെമ്പർ. ഇവര് 3 പേരും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള സാറ് ചോദിക്കുന്നത് നമ്മുടെ ഈ സിലബസിനകത്തുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന്റെ നമ്മുടെ സബ്ജക്ട് നോളജ് ആയിരിക്കും ചോദിക്കുന്നത്. മറ്റേ PSC ബോർഡ് മെമ്പർ ചോദിക്കുന്നത് നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് നിയമങ്ങളെ പറ്റിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോ അന്ന് ഇന്റർവ്യൂവിന് ചെന്ന് കയറി ആദ്യം ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എന്നുള്ളതാണ്. അത് 780 മെഗാവാട്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയായിരുന്നു. പക്ഷെ ആ ചെന്ന് കയറി ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ പറഞ്ഞു അറിയില്ല സാർ എന്ന്. അപ്പോൾ ഓക്കെ, അറിഞ്ഞൂടാത്ത കാര്യം നമ്മൾ അറിഞ്ഞൂടാന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞായിരുന്നു. ഇപ്പോ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു 80% ചോദ്യങ്ങൾ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ സിലബസിനകത്തുള്ളതായിരിക്കും. അതായത് സബ്ജക്റ്റും കിട്ടും, സ്പെഷ്യൽ ടോപ്പിക്കും കിട്ടും. പിന്നെ ഒരു 20% നമുക്ക് ലക്കാണ്, അതൊന്നും പറയത്തില്ല. ഇന്റർവ്യൂവിന് 20 മാർക്കാണുള്ളത്. അതിനകത്ത് ഞങ്ങളുടെ എക്സാമിൽ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്ന 8 മാർക്ക്, മാക്സിമം കിട്ടിയിരിക്കുന്ന 13 മാർക്കാണ്. എനിക്ക് അതിനകത്ത് 12 മാർക്കായിരുന്നു കിട്ടിയത്. അതുപോലെ സാർ ഈ ഒരു അച്ചീവ്മെന്റ് അത് കരസ്ഥമാക്കിയതിൽ സാറിന് ആരോടൊക്കെയാണ് നന്ദി പറയാനായിട്ടുള്ളത്? നന്ദി പറയാനുള്ളത് എൻ്റെ
എല്ലാരോടും എന്റെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും അച്ഛനമ്മ ഭാര്യ എല്ലായിടത്തും നന്ദി പറയാനുണ്ട്. അതുപോലെ എന്റെ ഓഫീസിൽ ഞാൻ ലീവ് എടുക്കുന്നതിനൊക്കെ സാങ്ഷൻ തന്ന എന്റെ ഓഫീസേഴ്സ്, കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. പിന്നെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് ഇതിന് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത ടെക് പി എസ് സി അടുത്ത് തന്നെയാണ്, സജീവ് സാറിന്റെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ സാർ ഇനി വരാൻ പോകുന്ന AMVI പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ? അത് നിങ്ങളുടെ മോട്ടിവേഷൻ കളയാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സാധാരണ ഒരു യൂണിഫോം പോസ്റ്റില് ഓഫീസർ റാങ്ക്, അതായത് ഓഫീസർ റാങ്കിൽ കയറുന്ന വേറെ ഏത് ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും എക്സൈസ് ആയാലും എല്ലാത്തിലും എനി ഡിഗ്രി മതി. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷെ AMV എന്ന് പറയുന്ന AMV അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് കയറുന്ന ഒരു ഓഫീസർക്ക് ബിടെക് വേണം. അതായത് ഒരു എഞ്ചിനീയറെയാണ് യൂണിഫോം ഇട്ട് റോട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് മറ്റ് ജോലികളിൽ നിന്ന് നമ്മുടെ AMV എന്ന പോസ്റ്റിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ്. അത് ജനങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. റോഡിലൂടെ പോകുന്ന, നമ്മൾ എന്തൊരു ആവശ്യത്തിന് റോഡിലോട്ട് ഇറങ്ങിയാലും, രാവിലെ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളായിരിക്കാം, മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്ന ആളായിരിക്കാം, റോഡിൽ വണ്ടിയിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. അപ്പൊ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ വണ്ടിയുടെ മെക്കാനിക്കൽ ആയിട്ടുള്ള അതിന്റെ സേഫ്റ്റിയെ പറ്റി നോളേജ് ഉള്ള ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു 6 വർഷം 7 വർഷം മാക്സിമം 8 വർഷം കഴിയുമ്പോൾ ഗസറ്റഡ് റാങ്കിലോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു മോട്ടിവേഷൻ. ഈ മോട്ടിവേഷനുകൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഇനി ഇത് വേണ്ട, ഇനി കുറച്ചു നേരം വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇത് ഓർക്കുക. അതുപോലെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ആണ്, സ്ഥിരതയുള്ള ജോലിയാണ്, സമൂഹത്തിൽ റെസ്പെക്ട് കിട്ടും, പവർഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെ കീ ഫാക്ടർ, പഠിക്കുന്നതിന്റെ കീ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സിലബസ് ഫുള്ള് കവർ ചെയ്യുക. നിങ്ങളുടെ നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ സിലബസ് എടുത്തിട്ട് ആ സിലബസ് ബേസിക് ഐഡിയ ഫുള്ള്, ഒരു ടോപ്പിക് പോലും വിടാതെ സിലബസ് ഫുള്ള് പഠിക്കുക. ഓക്കെ. അതിനുശേഷം ഓരോ സിലബസ് പഠിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഫുൾ സിലബസ് പഠിച്ചതിന് ശേഷമോ രണ്ടാമത്തെ കാര്യം ചെയ്യാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, ഇത് മാക്സിമം, ഇത് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യുന്നോ അത്രയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കുക. സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, സാറിന്റെ വിലപ്പെട്ട സമയം ടെക് PSCയുടെ ടോപ്പേഴ്സ് ടോക്സിന് വേണ്ടി തന്നതിന് വളരെ അധികം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടെക് PSCയെ ചൂസ് ചെയ്തതിനും സാറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇനി സാറിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ഭാവുകങ്ങളും ടെക് PSCയുടെ ഭാഗത്തു നിന്ന് നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഈ പോസ്റ്റിൽ എത്തിച്ച ടെക് PSCക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ.